എത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. സമ്മർദ്ദത്തോടെ കളിക്കാനല്ല, ആസ്വദിച്ച് ക്രിക്കറ്റ് കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് സഞ്ജു പറയുന്നു. പറയേണ്ടത് പറയണമല്ലോ എന്നും സഞ്ജു വ്യക്തമാക്കുകയാണ്. മത്സരിക്കേണ്ടത് സഹതാരങ്ങളോടല്ലെന്ന് തനിക്ക് ബോധ്യമുണ്ട്. സമൂഹ മാധ്യമങ്ങൾ പലതും പല രീതിയിൽ പ്രചരിപ്പിക്കുമെന്നും സഞ്ജു സാംസൺ ദുബായിൽ പറഞ്ഞു. ഏത് രീതിയിൽ കളിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്ന വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ പ്രതികരണം. ഇതൊരു ഉറപ്പായിട്ടും ഒരു ടീം സ്പോർട്ടാണല്ലോ. അപ്പോൾ ഒരു ടീം സ്പോർട്ടാകുമ്പോൾ നമുക്ക് മറ്റേ ടീമായിട്ട് ആണ് കോമ്പറ്റീഷൻ വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എപ്പോഴും ഒരു എനർജി ഒക്കെ ഇന്ന് അവരെ തോൽപ്പിക്കണം, ഇതൊരു ക്രൂഷ്യൽ മാച്ചാണ്. അപ്പോൾ അങ്ങനെ കളിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടല്ല, വേൾഡ് കപ്പ് ന്യൂസിലൻഡ് ടൂർ കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പാണ് അത് തോന്നിയെന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം. ജയേഷ് പുക്കൂട്ടൂരാണ് ചേരുന്നത്. ജയേഷ്, സഞ്ജുവിന്റെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വിശദീകരണം എന്ന നിലയ്ക്കുള്ള പ്രതികരണം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹതാരങ്ങളോടല്ല തന്റെ മത്സരം എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് സഞ്ജു, അല്ലേ? അതെ അതെ, ടീമിലെ സ്ഥാനത്തിനായുള്ള റാറ്റ് റേസിൽ എലിപ്പന്തയത്തിൽ ഇനി താനില്ല എന്നുള്ളതായിരുന്നു സഞ്ജു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഒരു മാസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന, പിന്നീട് വളരെ വൈകി പുറത്തുവിട്ട ഹോട്ട്സ്റ്റാറിലെ ഒരു അഭിമുഖത്തിന്റെ ഭാഗമായിരുന്നു അത്. അതിൽ സഞ്ജു വ്യക്തമായിട്ട് പറയുന്നത് ടീമിലെ സ്ഥാനത്തിനായുള്ള എലിപ്പന്തയത്തിന് താനില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ വലിയ രീതിയിലൊരു വിമർശനം വന്നത് ഇപ്പോൾ അത് പുറത്തു വരുന്നതിനുള്ള പ്രധാന കാരണം, ചർച്ചയാവുന്നതിനുള്ള പ്രധാന കാരണം, അതിനുശേഷമാണ് അയർലൻഡ് സീരീസും അതിനുശേഷം ഒരു ഇംഗ്ലണ്ട് സീരീസും നടക്കുന്നത്. അതിൽ ഇംഗ്ലണ്ട് സീരീസിലെ ആദ്യ മത്സരത്തിലെ മോശം പ്രകടനത്തിന് ശേഷം തന്നെ, അതായത് അയർലൻഡിലെ 2 മത്സരങ്ങളും ഇംഗ്ലണ്ടിലെ 1 മത്സരം ഉൾപ്പെടെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ തന്നെ സഞ്ജുവിനെ പുറത്തിരുത്തി ഇംഗ്ലണ്ടിന് ശേഷം നടന്ന സിംബാബ്വൻ സീരീസിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചതുപോലുമില്ല. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നത്. അതിനാണ് ഇപ്പോൾ സഞ്ജു വ്യക്തമായി മറുപടി നൽകിയിട്ടുള്ളത്. എന്നാൽ പറയേണ്ടതെല്ലാം പറയണമല്ലോ എന്നുള്ള ഒരു സൂചന കൂടി സഞ്ജു ഇതിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വന്ന വിമർശനങ്ങൾ, അല്ലെങ്കിൽ തനിക്കെതിരായ ചർച്ചകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുന്നുമില്ല സഞ്ജു സാംസൺ. ശരി, ജയേഷ് പുക്കൂട്ടൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശം.